ഫ്രണ്ട്സ്, വെൽക്കം ടു യാസി ലോഞ്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റിലുള്ള എപ്പിസോഡാണ്. അതായത് എനിക്കൊരു റിക്വസ്റ്റ് കിട്ടിയതാണ്. മുട്ട സിർക്ക, അതായത് തലശ്ശേരിക്കാരുടെ ഒരു ഐറ്റമാണ് മുട്ട സിർക്ക എന്ന് പറയുന്നത്. ഈ മുട്ട സിർക്ക ഉണ്ടാക്കാനുള്ളൊരു റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട സിർക്ക എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തലശ്ശേരിയാണ്. ആൻഡ് ഇത് ഞാൻ പഠിച്ചത് എൻ്റെ മമ്മിയുടെ അടുത്തു നിന്നാണ്. മമ്മി മീൻസ് ഹസ്ബൻഡിൻ്റെ മദറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി, സോഫ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്, ഡിന്നറിന് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് ഞാൻ ആദ്യം 3 കപ്പ് അരിക്ക് 3 മുട്ട എന്ന രീതിയിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അരി എടുത്ത് മിക്സിയിലിട്ട് ഒരു മുട്ടയും ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ഞാനിതിനെ ഒന്ന് അരച്ചെടുക്കും. ഇതിനെ നമ്മളൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരി വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് അരി ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ 3 മുട്ട ഇതിലേക്ക് അപ്പപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മുട്ട ഞാൻ അതിനനുസരിച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ വീണ്ടും നമ്മൾ അരച്ചെടുക്കുക. അപ്പം നല്ല തിന്നായിട്ടുള്ള, നല്ല അരഞ്ഞു വന്നിട്ടുണ്ട് മാവ്. സ്മൂത്തായിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി കിട്ടുന്ന പോലെയാണ്. നമുക്ക് അതിലേക്ക് ഇനിയിപ്പം വെള്ളം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. ആ മാവിൻ്റെ ഒരു ഭാഗം മേലോട്ടേക്ക് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് അതിനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടെ വേവിച്ച ശേഷം ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ ഒരുവിധം എല്ലാ മുട്ട സുർക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇതിന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടും കൂടെ ഉണ്ടാക്കിയതാണിത്. ഇതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.